മറ്റു വാർത്തകളിലേക്ക്. നെന്മാറ സജിത വധക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. പാലക്കാട് 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒന്നുമില്ല എന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. എന്താ പറയാനുള്ളത്? വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരന്റെയും മക്കളും കോടതിയിലെത്തിയിരുന്നു. സജിതയുടെ അമ്മ കൂടിയുണ്ട്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? നമുക്ക് അടുത്തൊരു ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് കിട്ടട്ടെ എന്നാണ് അമ്മ കരുതുന്നത്. ആശ്വാസം ഉണ്ടല്ലേ അമ്മ? ഒരിക്കലും ഇയാളെ പുറത്തിറങ്ങാൻ വേണ്ടിയിരുന്നു. ആദ്യം ഈ കേസിൽ ഫുട് പ്രിൻ്റാണ്, പിന്നെ അയാളുടെ ഈ പ്രതിയുടെ ഷർട്ടിൻ്റെ പീസ്, ഇതെല്ലാം ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ സംഭവ ദിവസം തന്നെ പോലീസിന് മുഴുവനും കിട്ടിയിട്ടുണ്ട്. സജിതയുടെ വീട്ടിൽ അത് ഷർട്ടിൻ്റെ തെളിവ്. ഈ ഷർട്ട് അയാളുടെയാണ് എന്ന് അയാളുടെ ഭാര്യ വന്ന് കൊടുത്ത മൊഴി കോടതി അങ്ങേയറ്റം അത് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ 27 റിക്കവറി എന്ന് പറയും, അത് അതിൻ്റെ വാളിലും ഈ മരിച്ച സ്ത്രീയുടെ സജിതയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു. അവൻ്റെ ഈ ചെന്താമരയുടെ മുണ്ടിലും ഈ സജിതയുടെ ബ്ലഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ആയിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാം പ്രോസിക്യൂഷൻ എന്തെന്ത് വെച്ചോ ഏതേത് സെക്ഷൻ വെച്ചോ അതെല്ലാം തെളിഞ്ഞതായിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കേസിലെ പ്രധാന സാക്ഷിയായ പോത്തുണ്ടി സ്വദേശി പുഷ്പ ചെന്താമരയെ ഭയന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. പുഷ്പയെ കൊല്ലുമെന്ന് ചെന്താമര പലവട്ടം ഭീഷണി മുഴക്കിയിരുന്നു. സജിതയുടെ വീട്ടിൽ നിന്ന് കൊലയ്ക്ക് ശേഷം ചെന്താമര വരുന്നത് കണ്ടയാളാണ് പുഷ്പ. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, പ്രതീക്ഷിച്ചതാണ് ചെന്താമരയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമെന്ന്. പ്രോസിക്യൂഷൻ അത്ര ശക്തമായ വാദം ഉന്നയിച്ചതുമാണ്, തെളിവുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പശ്ചാത്താപവും ഇല്ലാതെയാണല്ലോ ചെന്താമരയുടെ പെരുമാറ്റം കോടതി മുറിയിൽ കണ്ടത്. ഇതിനുശേഷവും, ഇപ്പോൾ സജിതയെ കൊന്നതിന് ശേഷവും 2 കൊലപാതകങ്ങൾ നടത്തിയ ആളാണല്ലോ ചെന്താമര. തീർച്ചയായിട്ടും ചെന്താമര കോടതി മുറിയിലും ആ തരത്തിൽ അയാളുടെ ക്രൂരത ശരിവയ്ക്കുന്ന പെരുമാറ്റം തന്നെയാണ് വെച്ചത്. എന്തായാലും പ്രോസിക്യൂഷൻ ശുഭപ്രതീക്ഷയിലാണ്. കുറ്റക്കാരനെന്ന് വിധിച്ചതിന് പുറമെ 16 ശിക്ഷ വിധിക്കുമ്പോൾ പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് പ്രോസിക്യൂഷനുള്ളത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമെല്ലാം വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചു എന്നതാണ് അവരുടെ കോൺഫിഡൻസിന് കാരണം. ഒപ്പം തന്നെ മറ്റ് തെളിവുകളും കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ്റെ വാദം കോടതി അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയിലാണ്. 16 തന്നെ വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2019 ഓഗസ്റ്റ് 31 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സജിതയെ കൊലപ്പെടുത്തിയത് തൻ്റെ ഭാര്യ തന്നിൽ നിന്നും പിണങ്ങിപ്പോയതിന് കാരണം സജിതയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരമൊരു കൊല നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങുന്നത്. അന്ന് ജാമ്യത്തിന് ഇറങ്ങാൻ ഇടവെച്ചത് പോലീസിൻ്റെ വീഴ്ചയാണ് എന്ന കുടുംബം തന്നെ ആക്ഷേപിച്ചതാണ്. കാരണം പുറത്തിറങ്ങിയാൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് നേരെയും വധഭീഷണി ഉണ്ട് എന്ന കുടുംബത്തിൻ്റെ ആശങ്ക പോലീസ് ചെവിക്കൊണ്ടില്ല. തുടർന്നാണ് ഇയാൾ വീണ്ടും ജാമ്യത്തിലിറങ്ങുകയും പിന്നീട് സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും 2019 കേസിൽ 2020 തൊട്ടടുത്ത വർഷം തന്നെ കുറ്റപത്രം സമർപ്പിച്ച് ഇപ്പോൾ ആ കേസിൻ്റെ തുടർ നടപടികളും ഒടുവിൽ തീരുമാനവും വന്നിരിക്കുകയാണ്. 16 പ്രതിയുടെ ശിക്ഷാവിധി പ്രഖ്യാപനം ഉണ്ടാവുക. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകി.